ദൈവത്തിൻ്റെ ദൂതനായ റഫായേൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും പ്രാർത്ഥന എങ്ങനെ നീതിപൂർവമാകും, പ്രാർത്ഥനയ്ക്ക് എങ്ങനെ മറുപടി കിട്ടും എന്നുള്ളതിനെക്കുറിച്ചും വളരെ വ്യക്തമാക്കുന്ന ദൈവവചന ഭാഗമാണ് ഇന്ന് നമ്മൾ ശ്രവിക്കുന്നത്. ദൈവസന്നിധിയിലുള്ള 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവനായ റഫായേൽ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ദൂതൻ വെളിപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. നന്മ ചെയ്യുക, തിന്മ നിനക്ക് ഭവിക്കുകയില്ല. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോടുകൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. നീതിയോട് കൂടിയ അല്പമാണ് അനീതിയോട് കൂടിയ അധികത്തേക്കാൾ അഭികാമ്യം. സ്വർണം കൂട്ടിവയ്ക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന്. ദാനധർമ്മം നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. ദൈവം നിനക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഓരോ നന്മകളും നീ പ്രസിദ്ധമാക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ദൈവത്തെ സ്തുതിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ പോയി നിന്ന് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചുകൊണ്ട് എല്ലാം നേടിയെടുക്കുമ്പോൾ ആ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ടോ, ആ ദൈവത്തെ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമായി. പ്രാർത്ഥനയ്ക്ക് ശക്തമായ മറുപടി ലഭിക്കുവാൻ ഉപവാസവും ദാനധർമ്മവും നീതിയിലൂടെ സാധിക്കുമെന്ന് ദൈവം റഫായേലിലൂടെ നമ്മളോട് പഠിപ്പിക്കുക. ദാനധർമ്മം ചെയ്യുന്നവൻ മരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. ദാനധർമ്മം ചെയ്യുന്നവൻ അത് സകല പാപങ്ങളിൽ നിന്നും അവനെ കരകയറ്റും. നമ്മുടെ ജീവിതം ഒന്ന് നമുക്ക് തന്നെ പുതിയൊരു ദിശയിലേക്ക് കൊണ്ടുപോകാം. റഫായേൽ മാലാഖ വെളിപ്പെടുത്തുന്നത് ഒരു ചൂണ്ടുപലകയായി നമുക്കെടുത്തുകൊണ്ട് സ്വർഗരാജ്യമെന്ന ചൂണ്ടുപലകയിലേക്ക്, സ്വർഗരാജ്യമെന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മളെ നയിക്കുവാനുള്ള ഒരു ചൂണ്ടുപലകയായി അതിനെ ഏറ്റെടുത്ത് ഈ നോമ്പ് ദിവസം നമ്മൾക്ക് അത് അനുഗ്രഹപ്രദമാക്കി മാറ്റാം. നോമ്പിൻ്റെ 2-ാം വെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തെ തന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു ദിവസമായി മാറട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ദൈവം ഇന്ന് നിങ്ങളെല്ലാവരെയും
നിങ്ങളുടെ തലമുറകളെയും മക്കളെയും എല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനധർമ്മം ചെയ്യുവാൻ തുടങ്ങുക, ഉപവസിക്കാൻ തുടങ്ങുക, നീതിപൂർവമായി പ്രവർത്തിക്കാൻ തുടങ്ങുക. ഈ നിമിഷം ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദർശനങ്ങളാലും അടയാളങ്ങളാലും അനുഗ്രഹങ്ങളാലും ദൈവം അവരെയും തൻ്റെ സ്വന്തമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതുന്ന മക്കളുടെ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ദൈവിക സാന്നിധ്യവും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വിജയങ്ങളിലേക്ക് അവരെ എത്തപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ സമാധാനപ്രിയനായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.